എത്രയോ പ്രാവശ്യം വായിച്ചതും അല്ലെങ്കിൽ ധ്യാനിച്ചതുമായ ഒരു സഹോദരി ഒരു ഹോട്ടലിൽ വെച്ച് മരിക്കാനായി തയ്യാറായി ആത്മഹത്യക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ ആ സ്ത്രീ ഈ പുസ്തകം വായിച്ചു. യാക്കോബിനോട് പറഞ്ഞ ആ വാക്കാണ് അവർ വായിച്ചത്. വായിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, ഇത് എന്നോട് സംസാരിക്കുന്ന വാക്കാണല്ലോ. മറ്റു ലോകത്തിലെ ഒരു പുസ്തകം വായിച്ചാലും അത് എന്നോട് പറഞ്ഞതാണ് എന്ന് തോന്നാൻ ഒരു സാധ്യതയുമില്ല. എന്നാൽ ഈ പുസ്തകം മാത്രമാണ് വ്യക്തിപരമായി എന്നോട് സംസാരിച്ചു എന്ന് പറയാവുന്ന ലോകത്തിലെ ഒരേ ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് ഈ വേദപുസ്തകം മാത്രമാണ്. കാരണം ഇത് തയ്യാറാക്കിയ ഇതിന്റെ ഉപജ്ഞാതാവ് തന്നെയാണ് നമ്മോട് സംസാരിക്കുന്നത്. വായിക്കുമ്പോൾ നമുക്കറിയില്ല ഇത് ആരാ പറയുന്നതെന്ന്. പക്ഷെ ഓരോ വാക്കുകൾ വായിക്കുമ്പോഴും അതിനകത്തിലൂടെ അത് എഴുതിയ അതിന്റെ ഗ്രന്ഥകർത്താവ് നമ്മളുമായി സംവദിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു പുസ്തകമാണ്. മറ്റേതെല്ലാം നമ്മൾ വായിക്കും. ഈ എഴുത്തുകാരനെ കുറിച്ച് ഒരു ബന്ധമില്ല ഇതിനകത്ത്. എഴുത്തുകാരനെ നമ്മൾ ഓർക്കാറില്ല, എഴുത്തുകാരനുമായി ഒരു ബന്ധവുമില്ല. പക്ഷെ ഈ പുസ്തകത്തിന്റെ ബന്ധമെന്ന് പറയുന്നത് ഓരോ വാക്കുകളും അത് എഴുതിയ വ്യക്തിയുമായി അതേപോലെ ബന്ധമുള്ള ഒന്നാണ്. ഓരോ നിമിഷം ആ ബന്ധമുണ്ട്.